സയൻസ് സെന്റർ നിയർ പോസ്റ്റ് ഓഫീസ് എടോടി വടകര. ഉസ്ബെക്കിസ്ഥാനിൽ നടന്ന സെൻട്രൽ ഏഷ്യൻ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ ടീമിനു വേണ്ടി ഉജ്ജ്വല പ്രകടനം കാഴ്ചവെച്ച വടകര കുട്ടോത്ത് സ്വദേശി മുജീബ് ചാക്കോളിയെ IPM വോളി അക്കാദമി ആദരിച്ചു. അനുമോദന ചടങ്ങിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നാട്ടുകാരും പങ്കുചേർന്നു. കോഴിക്കോട് റൂറൽ പോലീസ് സൂപ്രണ്ട് KE ബൈജു IPS മുജീബിനുള്ള പുരസ്കാരം സമ്മാനിച്ചു. ഇരിങ്ങൽ പപ്പൻ എന്ന് നാമധേയമുള്ള ഒരു വ്യക്തിയുടെ പേരിലുള്ള അദ്ദേഹത്തിൻ്റെ സ്മരണകൾ ഇരമ്പുന്ന ഈ വേദിയിൽ, ഈ ഒരു ഓഡിറ്റോറിയത്തിൽ മുജീബിന് കിട്ടിയ ഈ ഒരു സ്വീകരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു മുതൽക്കൂട്ടാകുമെന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. മറ്റൊന്ന്, നമ്മൾ എല്ലാവരും നമ്മളുടെ ജീവിതം കരുപിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സ്പോർട്സ് ആയിക്കോട്ടെ മറ്റിതര മാർഗങ്ങളായിക്കോട്ടെ നമ്മൾ തേടുന്നത്. എൻ്റെ മുമ്പിലിരിക്കുന്ന കുട്ടികൾ പോലെ തന്നെ മുജീബും ഒരു കാലത്ത് ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ക്ലബിൽ നിന്നിരിക്കണം. നമ്മളെപ്പോഴും പറയും കിനസ്റ്ററ്റിക് എനർജിയാണ് ഒരു കുട്ടിയുടെ താല്പര്യം എന്താണെന്ന് മനസ്സിലാക്കി ആ കുട്ടിയെ ആ ഒരു സ്പോർട്സ് ഇനത്തിലേക്ക് വിടാൻ പേരൻസ് ശ്രദ്ധിക്കുന്നുണ്ടോ. സൂചിപ്പിച്ചത് നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഞാൻ ലെജൻഡ് എന്ന് ശ്രീ ഇരിങ്ങൽ പപ്പൻ അദ്ദേഹത്തെ സ്മരിക്കുകയാണ്. കാരണം നമ്മളെ സാധാരണ ഞങ്ങൾ പോലീസിൽ പറയും, അത് പറയുമ്പോൾ മറ്റു തരത്തിൽ ചിന്തിക്കരുത്. ഇടയിലെ സാധനം ரொம்ப പ്രധാനം. ഞങ്ങളുടെ പോലീസ് ഭാഷ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ശ്രീ കെൽവിൻ വെൽക്ക് അയാളുടെ ബുക്കിൽ പറയുന്നുണ്ട്, നമ്മൾ ജനിക്കുന്ന ഒരു ഡേറ്റ് ഉണ്ട്. ഞാൻ ജനിച്ചൊരു ഡേറ്റ് എനിക്കറിയാം, ഞാൻ എന്ന് മരിക്കും എന്ന് എനിക്കറിയില്ല. അപ്പോൾ പ്രാധാന്യപതാണ് ഇടയിലെ സാധനം. ചെറിയൊരു ഗ്യാപ്പാണ് ജനിച്ച ദിവസവും മരിക്കുന്ന ദിവസത്തിനും ഇടയ്ക്കുള്ള ഒരു ഗ്യാപ്പ്. അതാണ് നമ്മളുടെ എല്ലാവരുടെയും ജീവിതം. അപ്പോൾ ഈ ഗ്യാപ്പിനകത്ത് നമ്മൾ എന്തൊക്കെ ചെയ്തു, ഈ ഭൂമിയിൽ വന്നിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നേടി, സൊസൈറ്റിക്ക് നമ്മൾ എന്തൊക്കെ കൊടുത്തു, ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള IPM ഇരിങ്ങൽ പപ്പൻ മെമ്മോറിയൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ലെജൻഡ് എന്ന് വിശേഷിപ്പിക്കുന്നത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മക്കൾ അവർക്ക് വേണമെങ്കിൽ ഇങ്ങനെ സ്ഥാപനം തുടങ്ങാണ്ടിരിക്കാം. ശ്രീമാൻ നരേന്ദ്രൻ പ്രസാദ് എന്നിവർ കാണിച്ചത് ഈ സൊസൈറ്റിക്കുള്ളൊരു നന്മ തന്നെയാണെന്ന് ഞാൻ ചിന്തിക്കുക. മറ്റൊന്ന്, സാധാരണ പറയും, നമ്മളിപ്പോൾ നമ്മുടെ മുജീബ് നല്ല തലത്തിലെത്തി, ഒരു അന്താരാഷ്ട്ര തലത്തിലൊരു സ്റ്റാറായി. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കഴിവുകൾ ഒറ്റയ്ക്ക് ഒരാൾക്ക് നേടാൻ കഴിയില്ല. കാരണം വോളിബോൾ ഒരു കൂട്ടായ്മയുടെ വിജയമാണ്. ഓൾ ഇന്ത്യ റാങ്ക് പോകണമെങ്കിൽ, ഓൾ ഇന്ത്യ തരത്തിൽ അദ്ദേഹത്തിന് മികവ് കാട്ടണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ കളിച്ച ആളുകളുടെ കൂട്ടായ്മ തീർച്ചയായിട്ടും സ്പോർട്സിന് അത്യന്താപേക്ഷിതമായ ക്വാളിറ്റിയാണ്. IPM അക്കാദമി ചെയർമാൻ നരേന്ദ്രൻ കൊടവട്ടാട്ട് അധ്യക്ഷത വഹിച്ചു. അന്താരാഷ്ട്ര തലത്തിലെ സ്പോർട്സ് നിപുണതയും കറപുരളാത്ത എളിമയാർന്ന വ്യക്തിത്വവും ഒത്തുചേർന്ന മാതൃകാ താരമാണ് മുജീബെന്ന് മുഖ്യപ്രഭാഷകൻ അഭിപ്രായപ്പെട്ടു. നമ്മളെല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്നത് നല്ല ഉദാഹരണങ്ങൾ, നല്ല മാതൃകകളാണ്. നല്ല മാതൃക എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് സ്പോർട്സിൻ്റെ പശ്ചാത്തലത്തിൽ നല്ല മാതൃക എന്ന് പറയുമ്പോൾ നല്ല ഒന്നാന്തരമായിട്ടുള്ളൊരു കളിക്കാരനായിരിക്കണം. കളിയുടെ സ്കിൽസ്, ആ കളി നന്നാക്കാനുള്ള ഡിസിപ്ലിൻ, അതിനുള്ള മനോധൈര്യം, അതിനുള്ള സമർപ്പണം, ഇതൊക്കെയാണ് ഒരു വലിയ കളിക്കാരനെ അന്താരാഷ്ട്ര തലങ്ങളിലേക്കൊക്കെ ഉയർത്തുന്നത്. അതിനുപരിയായിട്ട് മുജീബിനെ ഞാൻ കാണുന്നത്, മുജീബിൻ്റെ ഒരു വ്യക്തിത്വം, കളിക്കാരനെന്നുള്ള ഇതിന് ഉപരി ഒരു വ്യക്തിയായ മുജീബിനെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം തരുന്ന കാര്യങ്ങളുണ്ട്. മുജീബിൻ്റെ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്, ഞാൻ കണ്ടത് മുജീബിൻ്റെ എളിമയാണ്. വന്ന വഴികൾ മറക്കാതെ, പഴയ കളി ഇടങ്ങൾ മറക്കാതെ, കളികൾ പഠിച്ച ഗുരുനാഥന്മാരെയും ആ കളി പഠിക്കാൻ സഹായിച്ച ക്ലബ്ബുകളെയും മറക്കാതെ
നാടുമായിട്ട് അടുത്ത് ബന്ധപ്പെട്ട് നാട്ടുകാരുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന നമ്മളെ ശരിയായ നാട്ടുകാരനായുള്ള മുജീബ്. അതൊരു വലിയ മാതൃകയാണ്. തന്റെ പ്രതിഭയെ കണ്ടറിഞ്ഞ് വോളി കളിയിലേക്ക് പ്രവേശിപ്പിച്ച IPM ടീം മാനേജർ VK പ്രദോഷിനെ മുജീബ് പൊന്നാടയണിയിച്ചു. മുൻ സർവീസസ് കോച്ചും ഇപ്പോഴത്തെ IPM പരിശീലകനുമായ VM ഷിജിത്ത്, PTA വൈസ് ചെയർപേഴ്സൺ പ്രീത, വോളി അക്കാദമി വിദ്യാർത്ഥികളായ മുഹമ്മദ് റിഷാൽ, ശിവഗംഗ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. അത് വിരലെണ്ണാവുന്ന കുറേ ആളുകളുണ്ട്. അതിൽ ഒരാളാണ് മുജീബ്. കാരണം നമ്മൾ ഉള്ളതുകൊണ്ട് ഇഷ്ടപ്പെടുന്ന കുറേ ആളുകളുണ്ടല്ലോ, ആ കൂട്ടത്തിൽ വരുന്നതാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയണ്ടേ റെസ്പെക്റ്റ്, അല്ലെങ്കിൽ ഈ കുട്ടികൾ നമ്മളെ കുട്ടികൾ ഇപ്പം മുജീബ് ഇവിടെ വന്നിട്ട്, അതായത് ഒരു ഇപ്പം പ്രദോഷ് പറഞ്ഞ മാതിരി പിന്നെ 10ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് കളി തുടങ്ങിയത്. അപ്പം 10ാം ക്ലാസ് കളി തുടങ്ങിയിട്ട് ഒരു 5-8 വർഷം കൊണ്ട് ഒരു ഇന്ത്യ കളിക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ നിൽക്കുന്ന എല്ലാ കുട്ടികൾക്കും, മാക്സിമം കുട്ടികൾക്ക് ഒരു ഇന്ത്യൻ ലെവലിലേക്ക് കളിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പക്ഷേങ്കിൽ അതിന് പ്രൊവൈഡഡ് അതിൻ്റെ പേരൻസും കുട്ടികളും തമ്മിൽ ഉള്ള ആ ഒരു കൊഹാസിവ്നെസ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. കാലിക്കറ്റ് ഹീറോസിൽ ആദ്യമായിട്ട് IPM പ്രൈം വോളിയിൽ കളിക്കുന്നു. അപ്പോൾ അതൊരു വലിയൊരു നേട്ടമായിരുന്നു. പക്ഷേ അവരെ കൊണ്ട് നിന്നില്ല. അവിടുന്ന് ലോകം കണ്ട ഏറ്റവും നല്ല ബ്ലോക്കറായിട്ടുള്ള മുജീബ് തന്നെ അവൻ്റെ ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്. ഡേവിഡ് ലീ അങ്ങനെ കണ്ടെത്തുന്നതാണ് അവൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് കൂടുതൽ കാര്യങ്ങൾ ഇൻ്റർനാഷണൽ കളിയും അതിൻ്റെ കാര്യങ്ങളും പുതിയ ഓരോ ബ്ലോക്കിങ്ങിൻ്റെ പുതിയ രീതികളെല്ലാം പഠിക്കുന്നത്. അത് പഠിച്ചതിന് ശേഷവും ഞാൻ പറയുന്നത് വെച്ചാൽ കഴിഞ്ഞ വർഷവും അവൻ ഇവിടെ വന്നിട്ട് 3 കൊല്ലം തുടർച്ചയായിട്ട് ഇതിൽ കളിച്ചിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ കൊല്ലവും അവൻ്റെ ചില തെറ്റുകൾ തിരുത്താൻ വേണ്ടി ഇവിടെ വന്ന് പ്രാക്ടീസ് ചെയ്ത് ഞാൻ ഓർമ്മിക്കുകയാണ്. സർവീസ് കുറച്ചും കൂടിയും ഗ്രൗണ്ടിലേക്ക് ചാടി അടിക്കുന്ന ഇൻ്റർനാഷണൽ ലെവലിലേക്ക് അവൻ്റെ കളി മാറ്റണം എന്നുള്ളതുകൊണ്ട് അവൻ അതിന് വേണ്ടിയിട്ട് ഒരാഴ്ച ഇവിടെ വന്ന് പരിശ്രമിച്ചു. ഞാൻ പറയുന്നത് പല കളിക്കാർക്കും ഇല്ലാത്തൊരു അവസ്ഥയാണ്. കാരണം അവർ ഒരു വലിയ കളിക്കാരായി തോന്നിക്കഴിഞ്ഞാൽ പിന്നെ പലപ്പോഴും അവർക്ക് തോന്നും ഞാനല്ലായി, ഇനിയൊന്നും പഠിക്കാനില്ല എന്ന് തോന്നും. പക്ഷേ അതിന് നിന്നിട്ടില്ല. മുജീബിൻ്റെ പഠനം തീർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ പ്രതീക്ഷയാണുള്ളത്. മുജീബ് ഇതുകൊണ്ട് നിൽക്കുമെന്ന് തോന്നില്ല. കുറച്ചും കൂടി മുന്നോട്ട് പോകാനുള്ള ശ്രമം അവൻ നടത്തും തന്നെയാണ് വിചാരിക്കുന്നത്. ക്രീഡാ വനിതാ ഫിറ്റ്നസിലെ മിനി S നായരുടെ നേതൃത്വത്തിൽ സൂംബ പ്രോഗ്രാം നടന്നു. IPM സെക്രട്ടറി രഞ്ജുമോൻ സ്വാഗതവും IPM ക്യാമ്പസ് ഡയറക്ടർ പ്രസാദ് നന്ദിയും പറഞ്ഞു. എല്ലാ അത്യാധുനിക സൗകര്യങ്ങളോടും കൂടി വടകരയിൽ സ്ഥാപിതമായ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള IPM അക്കാദമിയിലെ സൗകര്യങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും തന്നേക്കാൾ മികച്ച താരങ്ങളായി ഓരോരുത്തരും വളരണമെന്നും മുജീബ് പുതിയ വോളിബോൾ താരങ്ങളോട് പറഞ്ഞു. പിന്നെ ഇത്തരമൊരു അനുമോദനം തന്നതിൽ IPM അക്കാദമിക്ക് എൻ്റെ നന്ദി അറിയിക്കുന്നു. നിങ്ങൾക്ക് ഇത്രയും ഫെസിലിറ്റി ഇവിടെ തന്നിട്ടുണ്ട്, അത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഞാൻ വോളിബോൾ പഠിക്കുമ്പോൾ കേരള പണിക്കോട്ടിയിൽ ഉള്ളൊരു ഫെസിലിറ്റി ഇപ്പോൾ ഏകദേശം പ്രദോഷമായിട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ എന്ന് പറയാം, നമുക്ക് കോർട്ടും കാര്യങ്ങളും ഫിറ്റ്നസ് സെൻ്ററും എല്ലാം നിങ്ങളുടെ മുന്നിൽ ഉണ്ട്. അത് എത്രത്തോളം നിങ്ങൾ ഉപയോഗപ്രദമാക്കുന്നുണ്ട് എന്നുള്ളതാണ് കാര്യം. അല്ലാതെ നമുക്ക് ഫെസിലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അത് നിങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെയുള്ള ഓരോ പ്ലേയേഴ്സും അവരാ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം ശ്രമിക്കുന്നത് അത്രത്തോളം സക്സസ് ആവും. Mujeeb is turning on the music. Perfectly contacted. Have a look at it again. If you're a young middle blocker, that is the